യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം. സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു. ജനം യോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു, ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരാളെ ജനത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുക. അവരോട് പറയുക, ജോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ നിന്നിരിക്കുന്ന സ്ഥലത്ത് 12 കല്ലുകൾ കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം. ഗോത്രത്തിന് 1 വീതം. ഇസ്രായേൽ ജനത്തിന് തിരഞ്ഞെടുക്കുന്ന 12 പേരെ ജോഷുവ വിളിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് പേടകത്തിന് മുമ്പേ ജോർദാന്റെ മധ്യത്തിലേക്ക് പോകുവിൻ. അവിടെ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോരുത്തരും ഓരോ കല്ല് ചുമലിൽ എടുക്കണം. ഇത് നിങ്ങൾക്കൊരു സ്മാരകമായിരിക്കും. ഇത് എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം, കർത്താവിൻ്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാന്റെ ജലം വിഭജിക്കപ്പെട്ടു. ഈ കല്ലുകളെക്കാളും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അത് അനുസ്മരിപ്പിക്കും. യോശുവ ആജ്ഞാപിച്ചതുപോലെ ജനം ചെയ്തു. കർത്താവ് ജോഷുവയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാനിൽ നിന്ന് 12 കല്ലെടുത്ത് അത് കൊണ്ടുപോയി അവർ താമസിച്ചിരുന്ന സ്ഥലത്തിൽ വെച്ചു. ജോർദാന്റെ നടുവിൽ വാഗ്ദാന പീഠം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്നിടത്തും യോശുവ 12 കല്ല് സ്ഥാപിച്ചു. അവ ഇന്നും അവിടെയുണ്ട്. മോശ ജോഷുവയോട് പറഞ്ഞതുപോലെ ചെയ്യാൻ ജനത്തോട് കൽപ്പിക്കണമെന്ന് കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു. എല്ലാം ചെയ്തു തീരുവോളം പീഠം വഹിച്ചെന്ന പുരോഹിതന്മാർ യോർദാന് നടുവിൽ നിന്നു. ജനം അതിവേഗം മറുകര ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുമ്പേ നടന്നു. മോശ കൽപ്പിച്ചതുപോലെ റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനേസയുടെ അർദ്ധഗോത്രവും യുദ്ധസന്നദ്ധരായി ഇസ്രായേലിற்கு മുമ്പേ നടന്നു. ഏകദേശം 40,000 യോദ്ധാക്കൾ കർത്താവിൻ്റെ മുമ്പിൽ ജെറീക്കോ സമതലങ്ങളിലേക്ക് നീങ്ങി. അന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ യോശുവയെ മഹത്വപ്പെടുത്തി. അവർ മോശയെ പോലെ അവനെയും ബഹുമാനിച്ചു. കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു, സാക്ഷിപീഠം വഹിക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറി വരാൻ കൽപ്പിക്കുക. ജോഷുവ അവരോട് കയറി വരാൻ കൽപ്പിച്ചു. കർത്താവിൻ്റെ വേദപീഠം വഹിച്ചിരുന്ന പുരോഹിതന്മാർ യോർദാനിൽ നിന്ന് കയറി കരയിൽ കാൽകുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകുകയും കര കവിഞ്ഞു. 1-ാം മാസം 10-ാം ദിവസമാണ് ജനം ജോർദാനിൽ നിന്ന് കയറി ജെറീക്കോയുടെ കിഴക്കേ അതിർത്തിയിലുള്ള ഗിൽഗാദിൽ താവളമടിച്ചത്. യോർദാനിൽ നിന്ന് കൊണ്ടുവന്ന 12 കല്ല് യോശുവ ഗിൽഗാദിൽ സ്ഥാപിച്ചു. അവർ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി യോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നവരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടന്നു തീരുന്നവരെ യോർദാനിലെ വെള്ളവും വറ്റിച്ചു. അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകത്തിലെമ്പാടുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.